കെപിസിസിയുടെ പുതിയ ടീമിൽ ആർക്കും അതൃപ്തിയില്ലെന്ന് പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഏറ്റവും സ്വീകാര്യമായ പട്ടികയാണ് വന്നത്. ചില നേതാക്കൾക്ക് അസൗകര്യമുള്ളതുകൊണ്ടാണ് ഇന്നലെ പങ്കെടുക്കാതിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കെ സുധാകരനെ തന്നോട് അതൃപ്തിയില്ലെന്നും കഴിഞ്ഞ ദിവസം തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചാണ് വിട്ടതെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. പുതിയ സംഘടനാ നേതൃത്വം കേന്ദ്ര നേതൃത്വവുമായി ആശയവിനിമയത്തിനായിട്ടാണ് ദില്ലിയിൽ വന്നത്. എല്ലാ വിഷയങ്ങളും ചർച്ചയാകും. മറ്റ് സംഘടനാ ഭാരവാഹികളെ തീരുമാനിക്കുന്നതടക്കമുള്ളത് ചർച്ച ചെയ്യും. 10 DCC പ്രസിഡന്റുമാരെ മാറ്റുന്നത് മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വാർത്ത മാത്രമാണ്. മൊത്തത്തിൽ അഴിച്ചുപണിയല്ല, ആവശ്യമായ അഴിച്ചുപണികൾ നടത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അതിനുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞെന്നും അദ്ദേഹം അറിയിച്ചു. ഏറ്റവും സ്വീകാര്യത കിട്ടിയ ലിസ്റ്റാണ് ഇപ്പോൾ വന്നത്. ഒരതൃപ്തിയുമില്ല. മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികളുടെ അടിസ്ഥാനത്തിലാണ് പലരും ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവരുടെയും അനുഗ്രഹത്തോടെയാണ് താൻ ചുമതല ഏറ്റെടുത്തതെന്നും കെ സുധാകരൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കോൺഗ്രസിലെ പല ഘട്ടങ്ങളെ അപേക്ഷിച്ച് വളരെ ഐക്യത്തിലാണ് ഇപ്പോൾ പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കൂട്ടായ്മയിൽ അധിഷ്ഠിതമായ പ്രവർത്തനമായിരിക്കും തന്റേതെന്ന് KPCC അധ്യക്ഷനായി ചുമതലയേറ്റെടുത്തതിനു ശേഷം സണ്ണി ജോസഫ് MLA പറഞ്ഞിരുന്നു. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും UDFനെയും വിജയിപ്പിക്കുക എന്നതാണ് ദൗത്യം. ഈ ലക്ഷ്യത്തിനായി ഒറ്റക്കെട്ടായി പോരാടുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സർക്കാർ അധികാരത്തിലെത്തുമെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. കേരളത്തിൽ പിണറായി സർക്കാരിന്റെ ദുർഭരണം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം കോൺഗ്രസിന് മാത്രമേ മതേതര ഇന്ത്യയെ നയിക്കുവാൻ കഴിയുകയുള്ളൂവെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ഞങ്ങള് പുതിയ KPCC പ്രസിഡന്റ്, വർക്കിംഗ് പ്രസിഡന്റുമാർ, UDF കൺവീനർ ഇവരെ നിയോഗിച്ചതിന് ശേഷം കേന്ദ്ര നേതൃത്വവുമായിട്ടൊരു ആശയവിനിമയത്തിന് വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അവിടെ എല്ലാ കാര്യങ്ങളും സാധാരണഗതിയിൽ ഒരു കടന്നു വരും ചർച്ചയ്ക്ക്. അതുൾപ്പെടെയുള്ള കൂട്ടായിട്ടുള്ള കാര്യങ്ങളാണ്, അത്യാവശ്യം വേണ്ട കാര്യങ്ങളാണ്. ഈ DCCകളിലെ പുനഃസംഘടന 10 DCC അധ്യക്ഷന്മാരെ മാറ്റാൻ സാധ്യതയുണ്ട് എന്ന് അത് പ്രധാനമായിട്ടും മാധ്യമങ്ങൾ ഉണ്ടാക്കിയത്, ഞങ്ങൾ ഗൗരവത്തിലെടുത്തിട്ടില്ല. നിങ്ങളെ നിർദ്ദേശം പരിഗണിക്കാം, നോക്കാം. നമുക്ക് അത് ആലോചിച്ച് മൊത്തത്തിൽ അഴിച്ചുപണിയല്ല, ആവശ്യമായ അഴിച്ചുപണി മാത്രം. മുൻപുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വാർഡ് കമ്മിറ്റികളുടെ രൂപീകരണമാണ്. നേരത്തെ ബൂത്ത് കമ്മിറ്റികളായിരുന്നു. ബത്തേരിയിൽ ചേർന്ന കോൺക്ലേവ് നേതൃത്വ മീറ്റിംഗിൽ വാർഡ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ചു. വാർഡ് കമ്മിറ്റികൾ ഏതാണ്ട് എല്ലാം തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അതിനുശേഷം വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ മഹാത്മാ കുടുംബ സംഗമങ്ങൾ, വിപുലമായിട്ടുള്ള യോഗങ്ങൾ നടന്നു വരികയാണ്. ഏതാണ്ട് അത് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ ശാക്തീകരിക്കുകയാണ് പ്രധാനപ്പെട്ടത്. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റികളും എല്ലാം കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ടത് മെച്ചപ്പെടുത്തും. ഇല്ലില്ല, ഏറ്റവും സ്വീകാര്യത കിട്ടിയ ഒരു ലിസ്റ്റാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഒരു അതൃപ്തിയും ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും സ്വീകരിച്ചത്. ചില MPമാരോ ചില MLAമാരോ ചില നേതാക്കന്മാർ മുൻകൂട്ടി നിശ്ചയിച്ച പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ DCC വൈസ് പ്രസിഡന്റ് മരണപ്പെട്ടു. അവിടെ നിന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ അല്ലെങ്കിൽ ആന്റണിക്കോ രാഹുൽ മാക്കൂട്ടത്തിൽ അവർക്ക് വരാൻ പറ്റിയില്ല. ഒരുപാട് പേര്, ഡീൻ കുര്യാക്കോസ് ഒരു മീറ്റിങ്ങിലായിരുന്നു പാലക്കാട്ട്. അദ്ദേഹം ചെയർമാനായിട്ടുള്ള പോസ്റ്റൽ എംപ്ലോയീസിൻ്റെ മീറ്റിംഗ് ആയിരുന്നു. ഞങ്ങളോട് ചോദിച്ചിട്ടാണ്. ശശി തരൂർ തിരുവനന്തപുരത്തായിരുന്നു. എന്നെ വിളിച്ച് എല്ലാ ആശംസ അറിയിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ആബ്സൻസ്. ഡൽഹിയിലായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലായിരുന്നു. അപ്പം ചില ആബ്സൻസ് ഒന്നും പർപ്പസ്ഫുൾ ആയിരുന്നില്ല. എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും അനുഗ്രഹത്തോടെയാണ് ഞങ്ങൾ ചുമതലയേറ്റെടുത്തത്. പ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണയിലാണ്